നമസ്കാരം. വ്യാജഗർഭത്തോട് CPMകാർക്ക് വലിയ താല്പര്യമാണ്. അവരെക്കാലത്തും വ്യാജഗർഭത്തിൻ്റെ പിറകെ പോകും. വ്യാജഗർഭത്തെക്കുറിച്ച് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു നിർവൃതിയാണ് അവരെ ആനന്ദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വ്യാജഗർഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ചില വ്യാജഗർഭങ്ങൾ അവർ രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവെച്ച് അതിൻ്റെ പേരിൽ മുതലെടുക്കുമ്പോഴും എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉതകുന്ന ഗർഭം എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അതുപോയി ഉളുപ്പില്ലാതെ ഏറ്റെടുക്കാൻ CPMന് പ്രത്യേക വിരുദാണ്. അതുകൊണ്ടാണ് ഇന്നലെ CPMകാർ ഇതാ ഇങ്ങനെ ഒരു പോസ്റ്ററുമായി രംഗപ്രവേശം ചെയ്തത്. ആദ്യത്തെ വഖഫ് ഭൂമിക്ക് ഇനി മുതൽ കരമടയ്ക്കാം, LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നലെ ഹൈക്കോടതിയിൽ നടന്ന വിധിയുടെ മൈലേജ് ഏറ്റെടുക്കാനുള്ള ആദ്യത്തെ ധൃതി പിടിച്ചുള്ള നീക്കമായിരുന്നത്. എന്നാൽ ആ നീക്കത്തിനൊരു പാളിച്ച പറ്റി. അവിടെയും വഖഫ് ഭൂമി എന്നവർ പറഞ്ഞത് പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞു. അതോടെ പോസ്റ്റർ പിൻവലിച്ച് അവർ മറ്റൊരു പോസ്റ്റ് ഇട്ടു. മുനമ്പം നിവാസികൾക്ക് ആശ്വാസം, മുനമ്പം ഭൂമിക്ക് ഇനി മുതൽ കരമടയ്ക്കാം, LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. വാസ്തവത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന ചിലരുടെ അവകാശവാദത്തെ അംഗീകരിക്കുന്ന നിലപാടായിരുന്നു ഇവർ എടുത്തത് എന്നതിന് തെളിവായി ഇത് മാറിയപ്പോൾ അവർ രണ്ടാമതിട്ട പോസ്റ്റാണ്. വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ വിജയത്തിന് LDFനോ CPMനോ യാതൊരുവിധ അവകാശവാദവുമില്ല. അവരാണ് വിഷയം ഇത്രയും വഷളാക്കിയത്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി ഒരു തരത്തിലുള്ള ലോക്കൽ സ്റ്റാൻഡിയും ഇല്ലാതെ മുനമ്പത്തെ ജനങ്ങളുടെ ഏതാണ്ട് 610 ആളുകളുടെ ഭൂമിയുടെ അവകാശം കവർന്നെടുത്തപ്പോൾ പോയി പണി നോക്കാൻ പറയേണ്ടതിന് പകരം ഈ വഖഫ് ബോർഡിൻ്റെ നിയമവിരുദ്ധമായ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥർ മുനമ്പത്തെ ജനങ്ങളുടെ നികുതി അടയ്ക്കാനുള്ള അവകാശം ഇല്ലാതാക്കി അവരുടെ ഭൂമി അവരുടേതല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അവർ വരുത്തിയ വീഴ്ച, അതിന് പരിഹാരമുണ്ടാക്കാൻ അവർ പലതവണ ശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ മുനമ്പത്തുകാർ സമരവുമായി രംഗത്തിറങ്ങി. വഞ്ചനയുടെയും ചതിയുടെയും ഒരു ചരിത്രമാണ് മുനമ്പത്തുകാർക്ക് അനുഭവമുണ്ടായത്. എല്ലാവരും അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. സമരസമിതി പോലും അവർക്ക് വഞ്ചനയൊരുക്കുകയാണ് ചെയ്തത്. 410ാമത്തെ ദിവസമാണ് ഇവർക്ക് പലതരത്തിലുള്ള സാഹചര്യ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവരുടെ ഭൂമിയുടെ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നത്. ഇന്നലത്തെ ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ സെബാസ്റ്റ്യൻ റോക്കിയുടെ നേതൃത്വത്തിൽ 15 പേർ അവിടെ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചു. കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇന്നലെ കരം സ്വീകരിച്ചു. എന്ന് വെച്ചാൽ വിധി ഉണ്ടായ അതേ ദിവസം തന്നെ മുനമ്പത്തുകാരുടെ പ്രശ്നം തൽക്കാലത്തേക്കെങ്കിലും പരിഹരിച്ചിരിക്കുന്നു. ഇതിനർത്ഥം ഇത് അന്തിമമായ പരിഹാരമാണ് എന്നല്ല. കാരണം ഇവർക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീലുണ്ട്. അപ്പീൽ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അപ്പീലിന് അവർ അപേക്ഷിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്നാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിൻ്റെ പേര്. ഈ അപ്പീൽ അപേക്ഷ കൊടുത്താൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷമായിരിക്കും പെറ്റീഷൻ സ്വീകരിക്കുന്നത്. എല്ലാം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പോലും സ്വീകരിക്കാതെ തള്ളിയാൽ അത് തീർന്നു. ഇനി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സ്ഥിരീകരിച്ചാൽ തീർന്നു. ഇനി ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയുള്ളൂ. അതുവരെ ഒരു അനിശ്ചിതത്വമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വഖഫ് സംരക്ഷണ നിയമം റദ്ദ് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവന്ന സാഹചര്യത്തിൽ പഴയ വഖഫ് നിയമവും പുതിയ വഖഫ് നിയമവും ഒക്കെ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കേൾക്കാൻ പോലുമുള്ള സാധ്യത സുപ്രീം കോടതിയിൽ ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുനമ്പംകാരുടെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു. അവരെങ്ങനെയാണ് ഈ വിജയം നേടിയത് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശവാദം വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി ഏറ്റെടുത്തപ്പോൾ അവരെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ വേളാങ്കണ്ണി പള്ളി ഇടവകക്കാരായിരുന്നു ഇതിലെ ഇരകളിൽ മഹാഭൂരിപക്ഷവും എന്നതുകൊണ്ട് അവരൊക്കെ സമരരംഗത്തിറങ്ങി. സമരത്തിന് നേതൃത്വം കൊടുത്തത് പള്ളി തന്നെയാണ്. എന്നാൽ പള്ളിക്ക് ചില രാഷ്ട്രീയം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് വഖഫ് ബോർഡിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവരെ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അതായത് UDFനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമാണ് പള്ളിക്കുള്ളത്. UDFൻ്റെ നിർണായകമായ ഘടകകക്ഷിയാണ് ലീഗ് അടക്കമുള്ളവരെ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സമരരംഗത്തായിരുന്നെങ്കിൽ പോലും വേണ്ടത് ചെയ്യാതെ നിയമപരമായി സ്വയം പണി വാങ്ങാനുള്ള നീക്കങ്ങൾ പലയിടങ്ങളിൽ നടന്നു. എന്ന് വെച്ചാൽ മുനമ്പത്തെ ജനങ്ങളെ വഴിയാധാരമാക്കാൻ പള്ളി കൂട്ടുനിന്നു എന്നല്ല. മുനമ്പത്തെ ജനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വാങ്ങി മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന നിലപാട് ഒരു പരിധിവരെ പള്ളി എടുത്തു എന്ന് പറയുന്നതാണ് വാസ്തവം. അതെല്ലാം പൊളിച്ചടക്കി UDFകാരും LDFകാരും പറയുന്നത് പോലെ ഇത് വഖഫ് ഭൂമിയെ അല്ല, ഇത് ജനങ്ങളുടെ ഭൂമിയാണ്, അത് അവർക്ക് തിരിച്ചു കിട്ടണം എന്ന നിലപാടെടുത്തത് സമരസമിതി നേതാക്കളായിരുന്നില്ല, മുനമ്പത്തെ സാധാരണ മനുഷ്യരായിരുന്നു. വഖഫ് ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ
സമരസമിതിയുടെ നേതൃത്വത്തിൽ കേസ് നടത്തിയതിൽ പോലും വീഴ്ചകൾ പറ്റി. ആ വീഴ്ചകളെയൊക്കെ തിരുത്തിക്കൊണ്ട് വലിയ ഇടപെടൽ BJPയുടെ നേതൃത്വത്തിലുണ്ടായി. ഷോൺ ജോർജ് ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് BJPക്ക് വേണ്ടി. അവിടെ യാദൃച്ഛികമായി പ്രത്യക്ഷപ്പെട്ട 2 മനുഷ്യർ, സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിലെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന സ്റ്റാലിൻ ദേവനും, പേര് സ്റ്റാലിൻ എന്നാണെങ്കിലും അദ്ദേഹം ക്രിസ്ത്യാനിയല്ല കേട്ടോ, ഫാദർ ജോഷി മയ്യാറ്റിലും, ഈ 2 പേരും നടത്തിയ ധീരമായ ഇടപെടലാണ് വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഈ വിഷയത്തിലെ പല വഞ്ചനകളും തിരിച്ചറിയാൻ കാരണമായത്. അവരുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ അനുകൂലമായി വിധി കിട്ടിയത്. ഈ വിധി ഏതാണ്ട് പൂർണ്ണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വിധിയുടെ പേരിൽ ആരെല്ലാം അവകാശവാദം ഉന്നയിച്ചാലും അത് നിലനിൽക്കുകയില്ല. ഈ വിധിയുടെ അവകാശം മുനമ്പത്തെ ജനങ്ങൾക്കും അവരുടെ സത്യസന്ധതയ്ക്കും അവരെ സഹായിച്ച സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷി മയ്യാറ്റിലിനുമാണ്. അവസാന നിമിഷം കേസ് അട്ടിമറിക്കപ്പെടും എന്ന് മനസ്സിലാക്കി കൊച്ചിയിലെത്തി സ്റ്റാലിൻ ദേവൻ അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണിയെ ചുമതലപ്പെടുത്തി കൃഷ്ണൻ ഉണ്ണി തന്നെ വാദം പറഞ്ഞാണ് വിജയം ഉറപ്പിച്ചത്. ഭൂസംരക്ഷണ സമിതിയുടെ വക്കീൽ ഇന്നലെ കോടതിയിൽ എത്തിയതുപോലുമില്ല. അതേസമയം വഖഫ് സംരക്ഷണ സമിതിയുടെ വക്കീൽ ഘോരഘോരം പ്രസംഗിച്ചു. എന്തായാലും അസാധാരണമായ വിജയമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അവർക്കിനി ഭയപ്പെടാതെ അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റാലിൻ ദേവൻ മറുനാടനോട് ഇന്ന് രാവിലെ പറഞ്ഞത് കേൾക്കുക. നമസ്കാരം സ്റ്റാലിൻ സാർ. നമസ്കാരം. നമസ്കാരം സാർ. എന്താണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്? ഇന്നലെ അവിടെ ഈ മുനമ്പത്ത് ഹൈക്കോടതി കരമടയ്ക്കാനുള്ള അനുവാദം കൊടുത്തല്ലോ. ഇന്നലെ തന്നെ അവർ അടയ്ക്കുകയും ചെയ്തു, കര അടയ്ക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ ആ പ്രശ്നം തീർന്നു, മുനമ്പത്തെ പ്രശ്നം തീർന്നു. പിന്നെ അവർക്ക് ഭൂമി സ്വന്തമായി തിരിച്ചു കിട്ടി. ഇല്ല, എല്ലാവർക്കും അതായിട്ടില്ല. ഫൈനൽ അല്ല, ഇതൊരു ഇന്റർവ്യൂ ഓർഡറാണ്. കാരണം ഈ കഴിഞ്ഞ മാസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതൊരു വഖഫ് അല്ല എന്ന് പ്രഖ്യാപിച്ചതിനെതിരെ ഈ വഖഫ് സംരക്ഷണ വേദി ഇപ്പോൾ ഒരു സ്പെഷ്യൽ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോ അത് ഇതുവരെയും പരിഗണനയ്ക്ക് വന്നില്ല. ഏത് നിമിഷവും അത് പരിഗണനയ്ക്ക് വരാം. അതിലുദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതായത് ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞു ഈ വഖഫ് സംരക്ഷണ വേദിക്ക് ഇങ്ങനെ അത്തരത്തിലൊരു കേസ് കൊടുക്കാനുള്ള ലോക്കൽ സ്റ്റാൻഡിയേ ഇല്ലാതിരുന്നു. അപ്പോ ആ ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നവർ ആദ്യമായിട്ട് തെളിയിക്കേണ്ടി വരിക അവർക്ക് ലോക്കസ് ഉണ്ടെന്നായിരിക്കണം. അത് തെളിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും സുപ്രീം കോടതി അതെടുത്ത് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഹൈക്കോടതി പറഞ്ഞ വിധി അന്തിമമാവും. അതോടുകൂടി എല്ലാം അവസാനിക്കും. ഒറ്റ ചോദ്യം, അപ്പം ഈ ട്രിബ്യൂണലുള്ള കേസുകളും അപ്പൊ തീരുവോ? അപ്പൊ തീർന്നല്ലേ പറ്റൂ. കാരണം ട്രിബ്യൂണലിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിനെതിരെ ഒരു വിധി പറയാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും. അല്ല, ട്രിബ്യൂണലിന് നിലവിലുള്ള പഴയ നിയമം അനുസരിച്ച് ട്രിബ്യൂണലിന് ട്രിബ്യൂണലിന് മേലെ ഹൈക്കോടതിക്ക് അധികാരം ഇല്ലല്ലോ. ഇല്ല സാർ, ഇല്ല, അത് കറക്റ്റാണ്. പക്ഷേ ഈ ഒരു നടപടിക്രമത്തിന്റെയൊക്കെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഇതിലൂടെ സുപ്രീം കോടതി തന്നെ ഫൈനലി ഇതൊരു വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വഖഫ് ട്രൈബ്യൂണൽ ഹെൽപ്ലെസ് ആയി പോകും. ഒന്നും പിന്നെ പറയാൻ പറ്റത്തില്ല. മാത്രം സുപ്രീം കോടതിയുടെ വെയിറ്റ് ചെയ്യുന്നു നമ്മള് എന്നാണ് ഇപ്പൊ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്റർവ്യൂ ഓർഡർ. ശരി. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ കരമടച്ച 2022 ഇവർക്ക് കരം അടയ്ക്കാനുള്ള അനുവാദം നിഷേധിക്കുന്നത്. അതെ. അപ്പൊ ഇതിനെതിരെ ഹൈക്കോടതി ആ വർഷം തന്നെ അവര് ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾക്ക് കരം അടയ്ക്കാനുള്ള അവകാശം തിരിച്ചു തരണം. കാരണം ഹൈക്കോടതി അനുവദിച്ചു, സിംഗിൾ ബെഞ്ച് അനുവദിച്ചു. അപ്പോ നമ്മുടെ വേദിക്കാര് നേരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് തെറ്റാണ്, അങ്ങനെ അനുവദിക്കാൻ പാടില്ല. അപ്പോ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഈ ഇന്റർവ്യൂ ഓർഡറിനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു. അതിന് പകരം നിങ്ങൾ ഈ കേസ് അടിമുടി പരിശോധിച്ചതിന് ശേഷം അന്തിമ വിധി പറയൂ എന്ന് പറഞ്ഞത് വീണ്ടും ഇത് സിംഗിൾ ബെഞ്ചിന് ഡയറക്ഷൻ കൊടുത്തു. എത്രയും പെട്ടെന്ന് കേൾക്കാനും പറഞ്ഞു. പിന്നെയും ഈ കേസ് വേണ്ട രീതിക്ക് നടത്താത്തതുകൊണ്ട് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. അതിനുള്ള കാരണം അവിടുത്തെ ഈ ഭൂസംരക്ഷണ സമിതി എന്നൊരു ഉഡായിപ്പ് പ്രസ്ഥാനമാണ്. അവർ സമരമൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷേ ഈ കലക്ക വെള്ളത്തിൽ അവരിൽ ഈ നേതാക്കന്മാർക്ക് മാത്രം മീൻ പിടിക്കാനുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഈ ഭൂസംരക്ഷണ സമിതി, ഞാൻ ചോദിക്കട്ടെ, പള്ളി മുറ്റത്തല്ലേ സമരം നടക്കുന്നത്? ഭൂസംരക്ഷണ സമിതിയെ പള്ളിക്ക് നിയന്ത്രണം ഉണ്ടല്ലോ. പണ്ട് സാർ, പക്ഷെ സാറിന്റെ കാര്യം ആലോചിക്കണം. ഞാൻ എന്റെ വൈഫിനെയും കൊണ്ടുവരെ അവിടെ പള്ളിയിൽ ഏകദേശം 5 പ്രാവശ്യം പല അവസരങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അടുത്ത വികാരിയച്ഛൻ എന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്ന് വിളിക്കാനോ പോലും
ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് ഈ എന്തുകൊണ്ടായിരിക്കും സാറൊന്ന് ഓക്കെ, ആലോചിച്ച് നോക്കുക. ഈ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും സമരം നടത്തിയിട്ടും ഇത്രയും ഇടപെടൽ നടത്തിയിട്ടും നടത്തി. ഇന്നിപ്പോ കേരളത്തിലും ഈ ലോകത്തെ മലയാളികളുടെ ഇടയ്ക്കും എന്റെയും ഫാദർ ജോഷി മയ്യാറ്റിന്റെയൊക്കെ പേര് അറിയപ്പെടുന്നുവെങ്കിൽ പോലും അവിടുത്തെ വികാരി അച്ഛൻ എന്നെ ഒന്ന് വിളിക്കാനുള്ള സന്മനസ് വരെ ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിൽ അച്ഛൻ ഈ നിന്ന് സമരം വേണ്ട, അച്ഛൻ നാട്ടുകാരെ പറ്റിക്കുമായിരുന്നു അപ്പോ? അച്ഛൻ പുള്ളിയെ നിയന്ത്രിക്കുന്നത് മറ്റ് അദൃശ്യ ശക്തികളാണ് സാർ. ഞാൻ ഈ കേസിൽ ഇടപെടുന്നത് ആ ആൾക്കാർക്കൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അല്ല അപ്പൊ അതുപോലെ ഇവിടുത്തെ തന്നെ ഈ ആളുകളുടെ ജോസഫ് സ്ഥിതിയോ, ഇവിടുത്തെ ആളുകളുടെ അവസ്ഥയോ? ആൾക്കാർ സ്ലോലിയാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതും. ആൾക്കാരിൽ 90% പേര് ഇന്ന് എന്റെയും ഫാദർ ജോഷി മയ്യാറ്റിന്റെയും പിറകെയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഇത് ഉഴപ്പിയത്? ഇവരുടെ ഭൂസ്വാമുഖത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ട് അവർക്ക് എന്താ അവകാശം വേണ്ട, വഖഫ് നടക്കട്ടെ എന്നായിരുന്നു അവരുടെ നിലപാട്? കാരണം അവരുടെ നഷ്ടപരിഹാരം മറ്റു രീതിക്ക് നടന്നാൽ പോരെ സർ. ഇവരെ ആൾക്കാർ വഖഫായിക്കോളും, പക്ഷെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും ഭാവിയിൽ. അതായത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടായിരിക്കും ഭൂമി അവരുടെ പ്രശ്നം. ഈ ആളുകളുടെ ഭൂമി എന്തായാലും ഇവർ കൊടുത്തോളും, നഷ്ടപരിഹാരമായിട്ട് എവിടെയെങ്കിലും കൊടുത്തോളും. അതെ. അതേ സമയം വഖഫ് അവരുടെ വാദം ജയിക്കുകയും ചെയ്യും. വഖഫ് ആയി മാറണം. പിന്നെ സർക്കാർ അപ്പൊ പറയും ശരി, നിങ്ങൾ ഒഴിയണ്ട, നിങ്ങൾക്ക് ഈ വഖഫ് ബോർഡിന് പകരം 500 ഏക്കർ അങ്ങനെ കാസർഗോഡൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് വരെ കേൾക്കാം. അപ്പൊ ആ ഒരു സാധ്യതയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഭൂസംരക്ഷണ സമിതി നേതാക്കന്മാർ ഇതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ കേസിലും അല്ല, ഈ ഭൂസംരക്ഷണ സമിതിയല്ലേ കേസ് കൊടുത്തത്? ഹൈക്കോടതി കൊണ്ടുപോയി കേസ്. അല്ല, അവര് മാത്രമല്ല സാർ, 5 കേസുകളുണ്ട് സാർ. 5 കേസുകൾ. പിന്നെ ഒന്ന് ഭൂസംരക്ഷണ സമിതി കൊടുത്തു, മറ്റൊന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സെബാസ്റ്റ്യൻ ജോസഫ് ഒക്കെ കൊടുത്തു. അങ്ങനെ 5 കേസുകൾ പല ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഏത് കേസാ പരിഗണിച്ചത്? ഭൂസംരക്ഷണ സമിതി മാത്രമല്ല, ഇത് ആദ്യം പരിഗണിച്ച് 2002 തൊട്ട് ഇങ്ങനെ വന്നു. ആരുടെ കേസാണ് ഇന്നലെ ഈ 5 കേസുകൾ പരിഗണിച്ചപ്പോ? 5 പേർക്കും വക്കീലന്മാരുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ലീഡ് കേസായിട്ട് എടുത്ത ഈ സെബാസ്റ്റ്യൻ ജോസഫ് കൃഷ്ണൻ സാറിന്റെ കേസായിരുന്നു. കൃഷ്ണൻ സാറിന്റെ ജഡ്ജിന്റെ ഞാൻ വായിച്ചു. അത് ആദ്യം തുടങ്ങുന്നത് തന്നെ ഈ കേസ് നമ്പർ മറ്റുള്ളവരുടെ വക്കീലന്മാരുണ്ടായിരുന്നു ഇന്നലെ കേസിൽ വാദിക്കുമ്പോൾ. അതില് പിന്നെ ഇത് ഒരു CMB കേരള ഹൈക്കോടതി ഫയൽ ചെയ്തിരുന്നു. അതായത് ടാക്സ് മാത്രം അനുവദിക്കാം, പേയ്മെന്റ് ഓഫ് ടാക്സ് മാത്രം, മറ്റുള്ള അവകാശമില്ല, പേയ്മെന്റ് ഓഫ് ടാക്സ് മാത്രം. അപ്പോ ഈ വേദി അത് സർക്കാർ കൊടുത്തിരുന്നു. അപ്പൊ പിന്നെ ഈ പിന്നെ വഖഫ് സംരക്ഷണ വേദിക്കാർ പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതിയിൽ SIP ഫയൽ ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ കോടതിക്ക് ടു ദാറ്റ് എക്സ്റ്റെന്റ്, അതായത് ഈ ടാക്സ് മാത്രം തൽക്കാലം അനുവദിക്കുക. അപ്പൊ പിന്നെ ജഡ്ജിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സാർ. സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ സിംഗിൾ ബെഞ്ചിൽ ഇരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സബ്ജക്ട് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദാറ്റ് പെറ്റീഷൻ, SLP, നമുക്ക് തൽക്കാലത്തേക്ക് ഇവർക്ക് ഇത് അനുവദിക്കാം, ബാക്കി കാര്യങ്ങൾ ഈ SLP ഡിസിഷൻ വന്നതിന് ശേഷം നമുക്ക് പരിഗണിക്കാം. AG ഞാൻ കണ്ടില്ല അവിടെ. കാരണം AG ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വർഷം ഉണ്ടായിരിക്കും. ബൈ ഫേസ് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. കാരണം നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. നമുക്ക് കോടതിയുടെ അകത്ത് ഫ്രണ്ടിൽ കയറി പോയി നോക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 100% അദ്ദേഹം വന്നോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും കേസ് വാദിച്ചത് നമ്മളെ ഏർപ്പെടുത്തിയ വക്കീലാണ്. ആദ്യം സ്റ്റാർട്ടിങ് കൃഷ്ണൻ സാറായിരുന്നു. ജഡ്ജിമെന്റിന്റെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഇത് ആർഗ്യുമെന്റ് പറഞ്ഞു, അതിനെ മറ്റാരും എതിർത്തില്ല. ഈ പിന്നെ ഭൂസംരക്ഷണ വക്കീല് അതിന് ശക്തി യുക്തം എതിർത്തൊന്നും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതാണ് 3 ആഴ്ചയ്ക്ക് ശേഷം അപ്പൊ സുപ്രീം കോടതിയിൽ അഡ്മിഷൻ. സോറി സാർ, വഖഫ് സംരക്ഷണ വേദി, എല്ലാ പേരും ഒരുപോലെ അല്ലേ. വഖഫ് സംരക്ഷണ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീല് വന്നില്ല. ആരായിരുന്നു? വന്നേയില്ല. ജോർജ് പൂന്തോട്ടമായിരുന്നു ഹാജരായിക്കൊണ്ടത്, അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ഇപ്പം ഭൂസംരക്ഷണ സമിതിക്കാർ ഇന്നലെ പറഞ്ഞത് വളരെ അവകാശം ഒരു കാര്യം ഉണ്ടായത്. അതായത് കഴിഞ്ഞ 19-ാം തീയതി വാദം കേട്ട കേസിൽ ഇന്നലെ വിധി മാത്രം പറയുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, 19-ാം തീയതി ഇന്റർവ്യൂ ഓർഡറിൽ പറഞ്ഞു എല്ലാവരും റെഡി ആയിക്കൊള്ളാം, ഞാൻ 26-ാം തീയതി കേസിന്റെ അന്തിമ വാദം കേൾക്കുമെന്നാണ് അന്നത്തെ ഉത്തരവ്. ശരി, എല്ലാവരും റെഡിയാവുന്നു അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ഓൾ ഓഫ് യു ഗെറ്റ് റെഡി. ശരി. ഈ ഇടതുപക്ഷം CPM ഇന്നലെ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചിട്ടുണ്ടല്ലോ സർക്കാരിന്. എന്തെങ്കിലും സർക്കാരിന് സർക്കാരിന് അതിലും പറയുന്നത് വഖഫ് വസ്തുവിൽ കരമടയ്ക്കാൻ പെർമിഷൻ കൊടുത്തെന്നാണ്. ഇപ്പോഴും അവർ പറയുന്നത് വഖഫ് വസ്തു എന്നാണ്. ഡിവിഷൻ ബെഞ്ച്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം പറയുന്നത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയിൽ കരമടയ്ക്കാൻ സമ്മതിച്ചു എന്ന് പറയാൻ ഇപ്പോൾ പോസ്റ്റർ പ്രത്യക്ഷപ്പെടും. ശരി, അഭിവാദ്യങ്ങൾ. താങ്ക് യു.